ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനമേജയ രാജർഷി വൈശമ്പായന മഹർഷിയുടെ അടുത്ത് ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും 100 പുത്രന്മാർ ജനിച്ചു. ഈ കഥ വിശദീകരിച്ചു പറയാനാണ് ആവശ്യപ്പെടുന്നത്. അതനുസരിച്ച് വൈശമ്പായന മഹർഷി ആ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു ദിവസം വിശപ്പും ദാഹവുമായി വ്യാസമഹർഷി ഗാന്ധാരിയുടെ അടുത്തു ചെന്നു. ഗാന്ധാരി മുനിയെ സൽക്കരിച്ച് പൂജിച്ചിരുത്തി. വ്യാസമഹർഷി ഗാന്ധാരിക്ക് വരം നൽകി. ഭർത്താവിൽ നിന്ന് നിനക്ക് 100 മക്കൾ ഉണ്ടാകട്ടെ എന്ന്. അങ്ങനെയാണ് വിവാഹശേഷം ധൃതരാഷ്ട്രനിൽ നിന്ന് ഗാന്ധാരി ഗർഭം ധരിച്ചു. ആ ഗർഭം 2 വർഷമായിട്ട് ഗാന്ധാരി വഹിക്കുക തന്നെയാണ്. പ്രസവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 വർഷമായിട്ടും പ്രസവിക്കാത്തത് കാരണം ഗാന്ധാരിക്ക് വിഷമമായി. അതേസമയം സൂര്യതുല്യമായ ഒരു പുത്രൻ കുന്തിദേവിക്ക് പിറക്കുകയും ചെയ്തു. ഇതോടുകൂടെ കൂടുതൽ ദുഃഖിതയായ ഗാന്ധാരി തൻ്റെ വയറ് കട്ടിയായി നിശ്ചലമായിരിക്കുന്നത് കണ്ട് വളരെ പണിപ്പെട്ട് ധൃതരാഷ്ട്രർ പോലും അറിയാതെ തൻ്റെ വയറ് ആഘാതം ചെയ്ത് 2 വർഷമായി ധരിച്ചിരുന്ന ആ ഗർഭം പുറത്തേക്ക് വരുന്ന വിധം പിടിച്ചു മർദ്ദിച്ചു. ഗാന്ധാരിയുടെ ഗർഭത്തിൽ നിന്നും ഇരുമ്പിൻ കീടം പോലെ ഒരു മാംസപിണ്ഡമാണ് പുറത്തേക്ക് വന്നത്. ഈ വൃത്താന്തമറിഞ്ഞ വ്യാസമഹർഷി ഉടൻ തന്നെ ഗാന്ധാരിയുടെ അടുത്തെത്തി. മഹർഷി ആ മാംസഖണ്ഡത്തെ കണ്ട്, ഹേ ഗാന്ധാരി, നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. ഗാന്ധാരി ഉണ്ടായ സത്യമെല്ലാം മഹർഷിയോട് പറഞ്ഞു. സൂര്യതുല്യമായ ഒരു പുത്രനെ കുന്തിദേവി പ്രസവിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ ദുഃഖമായി. ഞാൻ എൻ്റെ ക്ഷമ വിട്ട് വയറിനെ മർദ്ദിച്ചു. 100 പുത്രന്മാരുണ്ടാകുമെന്നല്ലേ മഹർഷി എന്നോട് പറഞ്ഞത്? 100 മക്കൾക്കു പകരം ഈ മാംസക്കട്ടയാണ് എൻ്റെ വയറിൽ നിന്നും പുറത്തേക്ക് വന്നത്. വ്യാസമഹർഷി പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ വാക്ക് ഒരിക്കലും തെറ്റായി വരികയില്ല. ഉടനെ 100 കുടങ്ങൾ നെയ്യ് നിറച്ച് തയ്യാറാക്കി വയ്ക്കുക. അത് അതിഗൂഢമായ ഒരു സ്ഥലത്ത് ഭദ്രമായി വയ്ക്കുക. തണുത്ത വെള്ളം കൊണ്ട് മാംസക്കട്ട കഴുകുക. ഇങ്ങനെ ചെയ്തപ്പോൾ ജലസ്പർശം മൂലം മാംസക്കട്ട 100ആയി തകർന്നു. വിരൽത്തുമ്പിൻ വലിപ്പത്തിൽ അത് 101 കഷ്ണങ്ങളായി ചേർച്ച പോലെ വേർതിരിഞ്ഞു. പിന്നീട് അത് ഓരോന്നെടുത്ത് നെയ്യ് നിറച്ച കുടങ്ങളിലാക്കി ഗൂഢമായ സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു. ഇതിനുശേഷം മഹർഷി ഗാന്ധാരിയോട് ഇത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടേ തുറക്കാവൂ എന്ന് പറഞ്ഞ് തപസ്സിനായി വ്യാസമഹർഷി പോയി. വ്യാസമഹർഷി പറഞ്ഞ സമയമെത്തിയപ്പോൾ ക്രമപ്രകാരം തന്നെ അതിൽ നിന്ന് ദുര്യോധനൻ മുതലായവർ പിറന്നു. കുരുവംശത്തിലെ സന്താനങ്ങളുടെ ക്രമം നോക്കുമ്പോൾ ജ്യേഷ്ഠനായത് കുന്തിദേവിയുടെ മകൻ യുധിഷ്ഠിരനാണ്. മക്കൾ ജനിച്ച വിവരം ഭീഷ്മ പിതാമഹനെയും വിതുരരെയും അറിയിച്ചു. ഗാന്ധാരിക്ക് ദുര്യോധനൻ പിറന്ന അന്നു തന്നെയാണ് കുന്തിദേവിക്ക് ഭീമസേനനും പിറന്നത്. ദുര്യോധനൻ പിറന്ന സമയത്ത് പ്രകൃതി മുഴുവനും ദുർനിമിത്തങ്ങൾ നിറഞ്ഞതായിരുന്നു. ദുര്യോധനൻ പിറന്ന ഉടനെ തന്നെ കഴുതയുടെ ശബ്ദത്തിൽ കൂകിക്കരഞ്ഞു. ഈ ശബ്ദം കേട്ട് എതിർ ശബ്ദമുണ്ടാക്കി മറ്റൊരു കുതിര. കുറുക്കനും കഴുകനും കാക്കകളും എതിർ ശബ്ദമുണ്ടാക്കി. ഭയങ്കരമായ കൊടുങ്കാറ്റുണ്ടാക്കി. ദിക്കുകളിലൊക്കെ അഗ്നി കത്തിജ്വലിച്ചു. എന്നാൽ ഇത് കേട്ടിട്ടും യുധിഷ്ഠിരൻ രാജപുത്രരിൽ മൂത്തവനാണ്. അവൻ കുലവർദ്ധനനാണ്. സൽഗുണങ്ങളാൽ അവൻ നാടുവാഴും, അതിൽ സംശയമില്ല. അവൻ്റെ ശേഷം എൻ്റെ മകൻ ദുര്യോധനൻ രാജാവാകുമോ? ഇതുമാത്രമായിരുന്നു ധൃതരാഷ്ട്രനെ അറിയേണ്ടിയിരുന്നത്. സത്യമായ ഭാവി ഫലം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് മഹർഷിമാരെ വിളിച്ചു വരുത്തി ധൃതരാഷ്ട്രർ ചോദിക്കുകയുണ്ടായി. എന്നാൽ വിതുരർ തുടങ്ങിയ മഹാന്മാർ പറഞ്ഞത്, ഇത്രയും ഘോരമായ ദുർനിമിത്തങ്ങൾ ഉണ്ടായതുകൊണ്ട് രാജാവേ, ഭവാന്റെ മൂത്തപുത്രൻ ജനിച്ചപ്പോൾ കണ്ടത് ഒട്ടും ശരിയായില്ല. ഇവൻ ഈ കുലവും നാടും തീർച്ചയായും മുടിക്കും. അതിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ ഉടനെ ഇവനെ കളഞ്ഞേക്കുക. വളർത്തിയാൽ ആപത്താണ് രാജാവേ. ഭവാന് 99 പേർ മതി. കുലശാന്തി ഉണ്ടാകണമെന്ന് രാജാവേ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഇവനെ കളയണം. ഒരു കുഞ്ഞിനെ കളഞ്ഞ് കുലവും ലോകവും ഭവാൻ സംരക്ഷിക്കണം. ധർമ്മം നോക്കുമ്പോൾ കുലത്തിന് വേണ്ടി ഒരുത്തനെ ഉപേക്ഷിക്കാം. ഒരു കുലത്തെ ഒരു ഗ്രാമത്തിന് വേണ്ടി ഉപേക്ഷിക്കാം. ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ഗ്രാമം ഉപേക്ഷിക്കാം. ആത്മാവിന് വേണ്ടി ഭൂമി തന്നെ ഉപേക്ഷിക്കാം. എന്നാൽ രാജാവ് പുത്രസ്നേഹം മൂലം ആ ഉപദേശം സ്വീകരിച്ചില്ല. ധൃതരാഷ്ട്രനെ
പിന്നീട് പുത്രന്മാർ ഓരോന്നായി ജനിച്ച് 100 തികഞ്ഞു. 1 മാസം കൊണ്ട് 101 മാംസപിണ്ഡങ്ങളായിരുന്നല്ലോ പിരിഞ്ഞു വന്നത്. ആ 101ാമത്തെ മാംസപിണ്ഡം ഒരു കന്യകയായും പിറന്നു. ഗാന്ധാരി വയർ വർദ്ധിച്ച് അഴലിലാണ്ടിയിരിക്കുന്ന കാലത്ത് ഒരു വൈശ്യ സ്ത്രീയായിരുന്നു ധൃതരാഷ്ട്രനെ ശുശ്രൂഷിച്ചിരുന്നത്. ആ കാലത്ത് ധൃതരാഷ്ട്രന് ആര്യനും ശുഭകീർത്തിമാനുമായ ഒരു പുത്രൻ ആ വൈശ്യ സ്ത്രീയിൽ ജനിക്കുകയുണ്ടായി. അതാണ് ധീമാനായ യുയുത്സു. യുയുത്സു വൈശ്യ സ്ത്രീക്ക് ജനിച്ചതാണെങ്കിലും അവൻ മഹാവീരനായി വളർന്നു. 100 പുത്രന്മാർ ജനിച്ചപ്പോഴും ഗാന്ധാരിയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഇത്രയും സഹോദരന്മാർക്ക് ഒരു സഹോദരി പിറന്നിരുന്നെങ്കിലെന്ന്. ഗാന്ധാരിയുടെ ആ ആഗ്രഹം വ്യാസമഹർഷി അറിയുകയും അങ്ങനെയാണ് 101 കഷ്ണങ്ങളായി പിരിഞ്ഞ 101ാമത്തെ മാംസപിണ്ഡം ഒരു പെൺകുട്ടിയായി ജനിക്കുന്നത്. ആ പെൺകുട്ടിയാണ് ദുശ്ശള. ഹരേ കൃഷ്ണ. ധൃതരാഷ്ട്രർ എല്ലാ മക്കൾക്കും യഥാസമയം വിധിപ്രകാരം വിവാഹം ചെയ്തു കൊടുത്തു. യൗവനം പ്രാപിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ഏകപുത്രിയായ ദുശ്ശളയെ ജയദ്രഥന് വിവാഹം ചെയ്തു കൊടുത്തു. ജനമേജയ രാജർഷി ഇനി വൈശമ്പായന മഹർഷിയുടെ അടുത്ത് പാണ്ഡു മഹാരാജാവിൻ്റെ കഥയാണ് ചോദിക്കുന്നത്. പാണ്ഡു മഹാരാജാവിന് എങ്ങനെയാണ് പഞ്ചപാണ്ഡവന്മാർ പുത്രന്മാരായി വന്നത്? ആ കഥയാണ് ഇനി പറയുന്നത്. പാണ്ഡു മഹാരാജാവ് തൻ്റെ ഭാര്യമാരായ കുന്തിദേവിയോടും മാദ്രിയോടും കൂടെ കാട്ടിലേക്ക് പോയതായിരുന്നല്ലോ. മൃഗങ്ങളും വ്യാളങ്ങളുമുള്ള ഒരു കാട്ടിൽ പാണ്ഡു വില്ലും ശരവുമേന്തി ചുറ്റുമ്പോൾ ഒരു വലിയ കലമാൻ തൻ്റെ ഭാര്യയോടൊത്ത് ഇണചേരുന്നത് കാണുകയായിരുന്നു. ഇത് കണ്ട ഉടനെ ആ മാനിനെയും മാൻപേടയെയും 5 കൂർത്ത ശരം എയ്ത് പിളർത്തു പാണ്ഡു മഹാരാജാവ്. എന്നാൽ ആ മാൻ മഹാതപസ്വിയും യോഗ്യനുമായ ഒരു മുനിപുത്രനായിരുന്നു. തൻ്റെ ഭാര്യയോടുകൂടെ മാനിൻ്റെ രൂപത്തിൽ ചേർന്ന് ഇണചേരുകയായിരുന്നു ആ മഹർഷി. പാണ്ഡു മഹാരാജാവിൻ്റെ ശരം കൊണ്ട ഉടനെ മനുഷ്യരൂപമെടുത്ത് ആ മഹർഷി പാണ്ഡു മഹാരാജാവിനെ ഇപ്രകാരം ശപിച്ചു: നീയും കാമാസക്തനായി നിന്റെ ഭാര്യമാരോടൊത്ത് ഇണചേരുന്ന സമയത്ത് നിന്റെ ജീവൻ അവസാനിക്കട്ടെ. ഇതോടുകൂടെ പാണ്ഡു മഹാരാജാവിന് വല്ലാത്ത ദുഃഖമായി. തനിക്കിനി പിതൃകർമ്മം ചെയ്യാൻ പുത്രന്മാരുണ്ടാകില്ലല്ലോ എന്ന ഭയം. മാത്രവുമല്ല, പിന്നീട് ഘോര തപസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് പാണ്ഡു മഹാരാജാവ്. പാണ്ഡു മഹാരാജാവ് ഘോരമായ തപസ് ചെയ്യാൻ ഒരുങ്ങവേ മാദ്രിയും കുന്തിദേവിയും രാജാവിനോടുകൂടെ തപസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യമാരുടെ ആഭരണങ്ങൾ, ചൂടാമണി, പതക്കം, തോൾവള, മണികുണ്ടലങ്ങൾ, വിലയേറിയ വസ്ത്രങ്ങൾ എന്നിവയും എല്ലാ വിപ്രന്മാർക്കുമായി ദാനം ചെയ്തു കൊടുത്തു പാണ്ഡു മഹാരാജാവ്. പിന്നീട് ഹസ്തിനാപുരിയിൽ ചെന്ന് തൻ്റെ വൃത്താന്തം അറിയിക്കാനായി ധാത്രിമാരെ പറഞ്ഞുവിട്ടു പാണ്ഡു മഹാരാജാവ്. പാണ്ഡു മഹാരാജാവ് കാട്ടിൽ പോയി വാനപ്രസ്ഥം സ്വീകരിച്ചു എന്ന് വിപ്രന്മാരെ നിങ്ങൾ പോയി പറയുവിൻ ഹസ്തിനാപുരിയിൽ. പാണ്ഡു മഹാരാജാവിൻ്റെ ധനം മുഴുവനും വിപ്രന്മാർ ഹസ്തിനാപുരിയിലേക്ക് എത്തിച്ചു കൊടുത്തു. രാജപുത്രനായ പാണ്ഡു മഹാരാജാവ് ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ച് ഭാര്യമാരോടുകൂടെ നാഗശതാദ്രിയിൽ ചെന്നെത്തി. അദ്ദേഹം പിന്നീട് ചൈത്രരഥത്തിലെത്തി. കാളകൂടം കടന്ന് ഹിമാലയവും കയറി ഗന്ധമാദനത്തിൽ ചെന്നെത്തി. അവിടെ ശതശൃംഗത്തിൽ തപസ് ചെയ്യുവാൻ തുടങ്ങി ഭാര്യമാരോടുകൂടെ. വളരെ ശ്രേഷ്ഠമായ വിധം തപസ്സു ചെയ്തു വരികയായിരുന്നു പാണ്ഡു മഹാരാജാവും ഭാര്യമാരും. അങ്ങനെയിരിക്കെ ഒരു വെളുത്ത വാവിൻ ദിവസം സംശിതവ്രതന്മാരായ ഋഷിമാർ ബ്രഹ്മാവിനെ കാണുവാൻ പുറപ്പെട്ടു. മുനിമാർ പോകുന്നത് കണ്ട് പാണ്ഡു മഹാരാജാവ് ചോദിച്ചു: മുഖ്യന്മാരെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഋഷികൾ പറഞ്ഞു: ഇന്ന് ബ്രഹ്മലോകത്തെ ഒരു മഹായോഗം നടക്കുന്നുണ്ട്. അതിൽ ദേവർഷികളും പിതൃമുഖ്യന്മാരുമൊക്കെ സമ്മേളിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ബ്രഹ്മാവിനെ ഒന്ന് നേരിട്ട് കാണാമല്ലോ. ഇത് കേട്ടതോടെ പാണ്ഡു മഹാരാജാവും തൻ്റെ ഭാര്യമാരോടുകൂടെ ഋഷിമാരുടെ കൂടെ പോകാനൊരുങ്ങി. കുന്നിൽ നിന്ന് മേൽപോട്ടായി വടക്കോട്ട് ഉയർന്നു പോകുന്ന മഹർഷിമാർ പാണ്ഡു മഹാരാജാവിനോട് പറഞ്ഞു: സിദ്ധന്മാരായ മുനിമാർക്ക് മാത്രമേ അവിടെ സഞ്ചരിക്കുവാൻ കഴിയൂ. ഈ രാജപുത്രിമാർ അവിടെ എങ്ങനെ സഞ്ചരിക്കും എന്നാണ് മഹർഷിമാർ പാണ്ഡു മഹാരാജാവിൻ്റെ അടുത്ത് ചോദിച്ചത്. പാണ്ഡു മഹാരാജാവിന് സന്താനമില്ല.
സന്താനമില്ലാത്തവർക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. പിതൃകടം തീർക്കാൻ ഇനി പാണ്ഡു മഹാരാജാവിന് ആരാണ് ഉള്ളത്? മനുഷ്യൻ ഭൂമിയിൽ പിറക്കുന്നത് പിതൃക്കൾക്കും ദേവകൾക്കും ഋഷികൾക്കും മർത്യന്മാർക്കുമുള്ള കടം വീട്ടേണ്ടതാണ്. അങ്ങനെ വീട്ടേണ്ട കാലത്തെ പറ്റി അറിയാത്തവർക്ക് പുണ്യലോകങ്ങൾ ലഭിക്കുകയില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന പാണ്ഡു മഹാരാജാവിനോടായി ഋഷിമാർ പറഞ്ഞു, ഹേ ധർമ്മജ്ഞ രാജാവേ, ഞങ്ങൾ ഞങ്ങളുടെ ദിവ്യ ചക്ഷുസ്സുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ദേവതുല്യനായ സത്പുത്രൻ ഭവാന് സിദ്ധിക്കുക തന്നെ ചെയ്യും. ദേവന്മാരുടെ ഉദ്ദേശം അതാണ്. അതിനു വേണ്ടിയുള്ള പ്രയത്നം അങ്ങ് തുടങ്ങിയാലും. ഭാര്യമാരുമായുള്ള സംഘം ഇല്ലാതെ തന്നെ പാണ്ഡു മഹാരാജാവ് കുന്തിദേവിയുടെ അടുത്ത് തനിക്ക് ഒരു പുത്രനെ വേണമെന്ന ആഗ്രഹം പറയുകയാണ്. അതിൽ നിന്നുമാണ് പഞ്ചപാണ്ഡവന്മാർ ജനിക്കുന്നത്. ആ കഥ അടുത്ത പ്രാവശ്യം പറയാം. ഹരേ കൃഷ്ണ.